അഡ്വക്കേറ്റ് കെ സൽകുമാർ, ഒരു തെരഞ്ഞെടുപ്പ് തോൽവി വേണ്ടി വന്നോ കൊടുക്കാനുള്ള കുടിശ്ശികകൾ ഗഡുക്കളായാണെങ്കിലും കൊടുക്കാമെന്ന് സർക്കാർ സമ്മതിക്കാനും ചെലവ് ചുരുക്കുമെന്ന് നിയമസഭയിൽ പ്രസ്താവിക്കാനും? ഇവിടെ പെൻഷൻ വിതരണത്തിൽ ഉണ്ടായ കാലതാമസത്തിന്റെ കാരണം നിരവധി തവണ സർക്കാരും അതുപോലെ തന്നെ നമ്മൾ ചർച്ചകളിലുമെല്ലാം കൃത്യമായി തന്നെ പരിശോധിക്കുകയും ആ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തുകയും ചെയ്തതാണ്. ഈ സർക്കാർ 2016 അധികാരത്തിൽ വരുമ്പോൾ പെൻഷൻ 600 രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ. 2011-16 കാലഘട്ടത്തിൽ ഏകദേശം 34 ലക്ഷം പേർക്കാണ് പെൻഷൻ ലഭിച്ചിരുന്നത്. അപ്പോൾ അന്ന് പെൻഷൻ വിതരണത്തിന് വേണ്ടിയിരുന്നത് 34 ലക്ഷം ഇൻറ്റു 600 രൂപയാണ്. അതായത് ആ കൃത്യമായി ഗവൺമെന്റിന് ചെലവാകുന്ന തുക 206 കോടി രൂപയാണ് ഒരു മാസം പെൻഷൻ കൊടുക്കാനായി ചെലവാകുക. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 600 രൂപയിൽ നിന്ന് 1600 രൂപയാക്കി വർദ്ധിപ്പിച്ചു പെൻഷൻ തുക. അതുപോലെ ഗുണഭോക്താക്കളുടെ എണ്ണം എന്ന് പറയുന്നത് 34 ലക്ഷത്തിൽ നിന്ന് 62 ലക്ഷമായി ഉയർന്നു. അപ്പോൾ ഒരു മാസം പെൻഷൻ കൊടുക്കാൻ വേണ്ടിവരുന്ന തുക 992 കോടി രൂപയാണ്. അതായത് UDF ഗവൺമെന്റിന് ഒരു വർഷം പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിരുന്ന തുക 206, ഒരു മാസം കൊടുക്കാൻ വേണ്ടിയിരുന്ന തുക 206 കോടിയാണെങ്കിൽ LDF ഗവൺമെന്റിന് 992 കോടിയാണ്. നമ്മുടെ കണക്കുകൾ കൃത്യമായി ഇത് വ്യക്തമാക്കും. അതായത് ഏകദേശം 5 ഇരട്ടി തുക വേണ്ടി വരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് കൃത്യമായി വിതരണം ചെയ്തു വന്നതാണ്. കഴിഞ്ഞ ഒരു 6-7 മാസമായി അതിന്റെ കുടിശ്ശിക വന്നു. ഇപ്പൊ നിലവിൽ 5 മാസത്തെ കുടിശ്ശികയുണ്ട്. അങ്ങനെ കുടിശ്ശിക വരാനുണ്ടായിട്ടുള്ള കാരണം 2022 മാർച്ച് 31 മുതൽ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെൻഷൻ കമ്പനികൾ എടുക്കുന്ന തുക കൃത്യമായി കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തുകയും പിന്നീട് അതിന് മുൻകാല പ്രാബല്യത്തോടെ തന്നെ അത് ഉൾപ്പെടുത്തുകയും ചെയ്തു. കിഫ്ബി ഉൾപ്പെടെ കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും എടുക്കുന്ന എല്ലാ തരത്തിലുള്ള കടവും കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ വച്ചൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ടാണ് കുടിശ്ശിക വന്നത് എന്ന് നിരവധി തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നിയമസഭയിലടക്കം അതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി മന്ത്രിമാരും കേന്ദ്രത്തിന്റെ കടം എത്രയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ഇടപെടട്ടെ കെ സൽകുമാർ. കാരണം എന്റെ ഒരു ചോദ്യം ഇതാണ്. ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി ചട്ടം 300 പ്രകാരം നടത്തിയ പ്രസ്താവന കേൾക്കുമ്പോൾ തോന്നിയത്, ഇപ്പോൾ നിലവിൽ കേന്ദ്രം നമുക്ക് പണം തരുന്നില്ല. ശരി, ഇതേ അവസ്ഥ തന്നെയായിരിക്കുമല്ലോ 2024-25-ലും 25-26-ലും ഉണ്ടാവാൻ പോകുന്നത്. മുൻകാല പ്രാബല്യത്തോടുകൂടി വായ്പാ പരിധി വെട്ടിക്കുറച്ച നടപടി ഈ 2 സാമ്പത്തിക വർഷവും തുടരും. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് അധികമൊന്നും ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ പിന്നീട് എങ്ങനെയാണ് ഈ കുടിശ്ശിക ഇപ്പോഴും അടുത്ത സാമ്പത്തിക വർഷവുമായിട്ട് കൊടുത്തു തീർക്കുക? 4250 കോടി രൂപ വേണം ക്ഷേമ പെൻഷൻ 5 കുടിശ്ശിക തീർക്കാൻ. അപ്പോൾ സംസ്ഥാന സർക്കാരിന് പണമുണ്ടാക്കി ഈ കുടിശ്ശിക കൊടുക്കാൻ കഴിയുമെന്ന് സർക്കാരിന് ഉറപ്പുള്ളത് കൊണ്ടാണോ ഇന്ന് നിയമസഭയിൽ ഇങ്ങനൊരു പ്രസ്താവന നടത്തിയത്? അങ്ങനെയാണെങ്കിൽ ഇതേ ചോദ്യം പ്രതിപക്ഷം ആവർത്തിക്കുന്നുണ്ട്. ഈ ധൂർത്തുകൊണ്ടും ചെലവ് കൂടുതലായതുകൊണ്ടും നിങ്ങൾ ഈ പെൻഷൻ കൊടുക്കാതെ പോയി എന്നത് ശരിവെക്കുകയല്ലേ സർക്കാർ? അതാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചത്. അല്ല മിസ്റ്റർ അരുൺ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ തുകയിലുണ്ടായിട്ടുള്ള വ്യത്യാസം. കൃത്യമായി അങ്ങ് ഇത് അറിയാവുന്ന വ്യക്തി തന്നെയാണ്. കൃത്യം 206 കോടി രൂപ ഒരു മാസം UDFന് ചെലവാകുന്നു. LDF വന്നപ്പോൾ അത് 992 കോടി രൂപയാണ് ചെലവാകുന്നത്. UDF 2011 മുതൽ 16 വരെ 5 കൊല്ലം കൊണ്ട് പെൻഷനായി വിതരണം ചെയ്തത് 8833 കോടി രൂപയാണ് മൊത്തം 5 വർഷം കൊണ്ട്. എന്നാൽ ഒന്നാം പിണറായി സർക്കാർ പെൻഷനായി വിതരണം ചെയ്തത് 30,567 കോടിയാണ്. അതായത് ഏകദേശം ഒരു 4 ഇരട്ടി 5 ഇരട്ടിയോളം തുക ചെലവഴിക്കേണ്ടി വന്നു. രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ ഈ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 21,734 കോടി രൂപ പെൻഷൻ ഇനത്തിൽ വിതരണം ചെയ്തു. അതായത് കഴിഞ്ഞ 8 വർഷമായി LDF സർക്കാർ വിതരണം ചെയ്തത് 53,729 കോടിയാണ്. ആ കണക്കിൽ ഞാൻ തർക്കത്തിനില്ല. പക്ഷേ എന്റെ ചോദ്യം, ഇനി ഈ കുടിശ്ശിക 2 ഗഡുക്കൾ ഈ വർഷവും 3 ഗഡുക്കൾ അടുത്ത സാമ്പത്തിക വർഷവും സർക്കാർ കൊടുക്കുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പണം എവിടെ നിന്നെങ്കിലും വരണമല്ലോ. കേന്ദ്രത്തിൽ നിന്ന് പണമില്ല, പണം ഞെരുക്കം നടത്തുന്നുവെന്നും ഇന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പണം എവിടെ നിന്ന് വരുമെന്നതാണ് ചോദ്യം. ആ പണം ഇപ്പോൾ വരുമെങ്കിൽ അത് ഈ കഴിഞ്ഞ 2 വർഷവും വരേണ്ടിയിരുന്ന പണമാണ്. അങ്ങനെ പണം വരാതിരുന്നത് ധൂർത്ത് മൂലമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അത് ശരിവയ്ക്കുന്ന പ്രസ്താവനയല്ലേ മുഖ്യമന്ത്രി നടത്തിയതെന്നാണ് എന്റെ ചോദ്യം. അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഒരു മിനിറ്റ് ഒന്ന് ക്ഷമിക്ക്. നമ്മളേതായാലും ചർച്ചയുടെ ഭാഗമായിട്ട് ഇരിക്കുകയല്ലേ. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ആകെ 8,833 കോടി രൂപ UDFന് ചെലവായപ്പോ LDF ഇതുവരെ 53,829 കോടി രൂപ ചെലവഴിച്ചു. ഇപ്പൊ കുടിശ്ശികയുള്ളത് മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ 4,250 കോടി രൂപ മാത്രമാണ്. അപ്പോൾ ഈ തുക എങ്ങനെ കണ്ടെത്തും എന്നതാണ് അങ്ങ് ചോദിച്ചത്. ഈ കഴിഞ്ഞ മാർച്ച് മുതൽ തുടർച്ചയായി നമ്മൾ പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട്.
അതിന് മുൻപത്തെ 5 മാസമാണ് കുടിശ്ശിക. ഇന്ന് മുഖ്യമന്ത്രി കൊടുത്ത മറുപടിയിൽ പറഞ്ഞത് ഈ സാമ്പത്തിക വർഷം 2 ഗഡു വിതരണം ചെയ്യും കുടിശ്ശിക, ബാക്കി മാസമുള്ളത് റെഗുലറായി എല്ലാ മാസവും പോകും. അടുത്ത സാമ്പത്തിക വർഷമാകുമ്പോൾ ഈ 5 ഗഡുവിൽ 3 ഗഡു വിതരണം ചെയ്യുമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. ഇപ്പോ LDF ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രയോറിറ്റി ഒന്ന് പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ കാര്യത്തിലാണ്. 2 ക്ഷേമ പദ്ധതികൾ എല്ലാ കാലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തുമ്പോൾ നടത്തുന്ന അതേ പ്രാധാന്യത്തോടെ തന്നെ ക്ഷേമ പദ്ധതികൾ. 3 പ്രകടന പത്രികയിൽ പറഞ്ഞ അജണ്ട കൃത്യമായി നമ്മുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ കൃത്യമായി നടപ്പാക്കുക എന്നതാണ് LDF ഗവൺമെന്റിന്റെ അജണ്ട. ആദ്യം സൂചിപ്പിച്ചതുപോലെ പശ്ചാത്തല സൗകര്യങ്ങൾ, ക്ഷേമ പദ്ധതികൾ, അതുപോലെ വികസന പ്രവർത്തനങ്ങൾ. അപ്പോ പ്രയോറിറ്റിയിലെല്ലാം ചെറിയ മാറ്റം വരുത്തി. പശ്ചാത്തല വികസന പ്രയോറിറ്റി മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ പ്രസ്താവനയിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ മറ്റ് അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് അതിനുകൂടിയുള്ള ഒരു മറുപടി നൽകണം. വിവിധ വകുപ്പുകൾക്ക് ചെലവ് ചുരുക്കാനുള്ള നിർദ്ദേശവും നൽകും എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്നുവെച്ചാൽ ഇപ്പോൾ അങ്ങനെ ചെലവ് ചുരുക്കാനുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല. എന്നുവെച്ചാൽ ഈ പെൻഷൻ 5 മാസത്തെ കുടിശ്ശികയുള്ളപ്പോഴും സർക്കാർ നടപടിയെടുത്തില്ല. അത് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഈ സർക്കാരിന് സംഭവിച്ച തിരിച്ചറിവാണ്. ഇല്ല, അതിനെ അങ്ങനെയല്ല കാണേണ്ടത്. നമ്മുടെ തനത് നികുതി വരുമാനം ഉണ്ടല്ലോ, ഈ തനത് നികുതി വരുമാനം കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 56% വർധനവുണ്ടായി. ഇന്ത്യയിലെ മറ്റ് 27 സംസ്ഥാനം, കേരളം ഒഴികെയുള്ള മറ്റ് 27 സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാൽ നികുതി വരുമാനത്തിന്റെ കാര്യത്തിൽ കേരളം വളരെ മുന്നിൽ തന്നെയാണ്. അതുപോലെ കടമെടുത്തു കൂട്ടുകയാണെന്നുള്ള ആരോപണം നിരവധി വരുന്നു. എന്നാൽ കടമെടുപ്പിന്റെ ശതമാനം നോക്ക്. കേരളത്തിന്റെ കടവും ആഭ്യന്തര വരുമാന അനുപാതവും തമ്മിൽ 2020-21 അത് 38.47%. ഈ 2023-24 ആയപ്പോൾ അത് 33% കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ പോരാട്ടം നടത്തി സുപ്രീം കോടതി അടുത്ത ഘട്ടത്തിൽ Debate with Arun Kumar.